ഇന്ത്യയിലെ വിലക്കയറ്റ തോത് 1.54% കുറഞ്ഞപ്പോൾ കേരളത്തിൽ അത് 9.05% വരെ ഉയരാനുള്ള കാരണം എന്താണ്? ഇപ്പോൾ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ പുറത്തുവിട്ടിട്ടുള്ള കണക്കാണ് താങ്കൾ പറഞ്ഞിട്ടുള്ളത്. നമുക്കതിന്റെ കാരണങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് മറ്റ് സ്റ്റേറ്റുകളുടെ സ്ഥിതി ഒന്ന് നോക്കാവുന്നതാണ്. ഇപ്പൊ തൊട്ടടുത്ത് കിടക്കുന്ന തമിഴ്നാട്ടിൽ 2.7, 2.3 തോതിലാണ്. കർണാടകത്തിൽ 3.8, 3.3 തോതിലാണ് 2 തവണ ഏറ്റെടുത്തിട്ടുള്ളത്. ഇത് വളരെ 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 ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. ഇപ്പൊ കേരള ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും വലിയ കാര്യമൊന്നുമില്ല. അവർ ഈ നമ്പർ 1 സിൻഡ്രോമില്ലേ ചെന്നപ്പെട്ടിരിക്കുകയാണ്. അവരെല്ലാം നമ്പർ 1 ആണ്. ആ തരത്തിൽ ഇപ്പൊ ഇൻഫ്ലേഷന്റെ കാര്യത്തിൽ നമ്പർ 1 ആണെന്ന് പറയുമോ എന്നുള്ള പേടി എനിക്കുള്ള. കാരണം അവർക്ക് നമ്പർ 1 ആയാൽ മതി, നെഗറ്റീവായാലും കുഴപ്പമില്ല. അപ്പൊ അതുകൊണ്ട് അവരിതിനെ കുറിച്ചുള്ള ഒരു തരത്തിലുള്ള പഠനങ്ങളോ ഇപ്പൊ നിങ്ങളുടെ ഈ ചാനൽ എടുത്തിട്ടുള്ള താല്പര്യം പോലും നമ്മുടെ മന്ത്രിമാരോ ഡിപ്പാർട്ട്മെന്റുകളോ എടുക്കുന്നില്ല. ഞാൻ റീസൺസിലേക്ക് വരാം. റീസൺസ് ആർ മെനി. ഒന്ന്, നമ്മൾ വിലക്കയറ്റം എന്നുള്ളത് കേരള ഗവൺമെന്റിന്റെയും കേരളത്തിന്റെ ഗവേണൻസിന്റെയും ഒരു പ്രാഥമിക ചുമതലകളൊന്നായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് 1980 ഈ മാവേലി സ്റ്റോർ എന്ന് പറയുന്ന വളരെ വില നിയന്ത്രണ സംവിധാനം കൊണ്ടുവന്നത്. അത് ഈ പറഞ്ഞ പോലെ കേരളത്തിലെ മാത്രമാണ് അന്നുണ്ടായിരുന്നത് മാവേലി സ്റ്റോർ. ഇപ്പോഴും മറ്റെല്ലാ സ്റ്റേറ്റുകളിലും ഇത്രയും വിപുലമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താണ് മാവേലി സ്റ്റോറിലെ സ്ഥിതി? മാവേലി സ്റ്റോറുകളിലൂടെ നമ്മൾ ഈ പണപ്പെരുപ്പത്തിന്റെ തോത് കുറയ്ക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ ഇന്നിപ്പോ മാവേലി സ്റ്റോറില് വില വിവര പട്ടിക മാത്രമേ ഉള്ളൂ, സാധനമില്ല. അവിടെ വില കൂടിയിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷെ സാധനമില്ലാത്ത സാധനത്തിന്റെ വില കുറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഉദാഹരണത്തിന് ചെറുപയർ ഇത്ര രൂപ, പക്ഷെ ചെറുപയർ ഇല്ല എന്ന് പറഞ്ഞതുപോലെ ഭക്ഷ്യവസ്തുക്കളുടെ, മാവേലി സ്റ്റോറിൽ ഭക്ഷ്യവസ്തുക്കളാണല്ലോ, ഭക്ഷ്യവസ്തുക്കളുടെ വില നിയന്ത്രണത്തിന് വേണ്ടി ഈ ചന്ദ്രശേഖരൻ നായരുടെ പേര് നമുക്ക് ഓർക്കാതിരിക്കാൻ കഴിയില്ല. ഈ കെ നായനാർ മന്ത്രിസഭയിൽ 1980 ഭക്ഷ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് അദ്ദേഹം ഇത് കൊണ്ടുവന്നത്. അപ്പൊ അതിന് പൈസ ഉണ്ടായില്ല. ഉണ്ടാവാത്ത സാഹചര്യത്തിൽ മറ്റൊരു സംഭവം ഉണ്ടായി. അത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസിന്റെ സെക്രട്ടറി ആയിരുന്നത് കെ.എം. ചന്ദ്രശേഖർ ആയിരുന്നു. അദ്ദേഹം പിന്നീട് ഇന്ത്യ ഗവൺമെന്റിന്റെ ക്യാബിനറ്റ് സെക്രട്ടറി ആയി, പ്ലാനിംഗ് ബോർഡിന്റെ വൈസ് ചെയർമാനായി. അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയുക, ജൂനിയർ ആയിട്ടാണല്ലോ ഞാൻ വർക്ക് ചെയ്തത് 5 കൊല്ലക്കാലം അദ്ദേഹത്തിന്റെ.